ഓപ്പറേഷൻ സിന്ദൂർ ഒരു ട്രെയിലർ മാത്രമാണ്. നല്ല നടപ്പ് നടന്നില്ല എന്നുണ്ടെങ്കിൽ പാകിസ്ഥാന് വലിയ തിരിച്ചടി തന്നെ ഇന്ത്യ കൊടുക്കും. ഇപ്പോൾ വീണ്ടും പ്രതിരോധ മന്ത്രി പറഞ്ഞിരിക്കുകയാണ്, ഇതൊരു ട്രെയിലർ മാത്രമാണ് ഓപ്പറേഷൻ സിന്ദൂർ, അത് തുടരുക തന്നെ ചെയ്യും. നല്ല നടപ്പല്ല എന്നുണ്ടെങ്കിൽ പാകിസ്ഥാനെ ഞങ്ങൾ തരിപ്പണമാക്കും. ഇനി ഒരു സംശയവുമില്ല, ഒരു ചർച്ചകൾക്കും തയ്യാറല്ല. ഇന്ത്യ പാക് അധിനിവേശ കാശ്മീരിന് വേണ്ടി മാത്രം ഉള്ള ചർച്ചകളെ നടക്കൂ. മറ്റൊരു തരത്തിലും ഭീകരവാദികൾക്ക്, തീവ്രവാദികൾക്ക് വേണ്ടിയിട്ട് വാദിക്കുന്ന ഒരു ചർച്ചകളും ഇനി നടക്കില്ല എന്നുള്ളത് ഇന്ത്യയുടെ ഭാഗത്തു നിന്നും കൃത്യമായി വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണ്. പാകിസ്ഥാനെ ബോധ്യപ്പെടുത്തിയിരിക്കുകയാണ് ഇപ്പോൾ നമ്മുടെ ഇന്ത്യ. ഇതിപ്പോൾ വീണ്ടും പറയാനുള്ള കാരണം, നമുക്കറിയാം IMFന്റെ ഫണ്ട് ഇപ്പോൾ പാകിസ്ഥാന് കിട്ടിയിരിക്കുകയാണ്. അതിൻ്റെ രണ്ടാമത്തെ ഗഡു പോലും ഇപ്പോൾ കിട്ടിയിരിക്കുകയാണ്. ഇതെല്ലാം വിനിയോഗിക്കുന്നത് ഭീകരവാദ പ്രവർത്തനങ്ങൾക്കാണ് എന്ന് ഇന്ത്യ തെളിവ് സഹിതം ഇന്ത്യ ബോധിപ്പിക്കുമ്പോൾ പോലും ഫണ്ടുകൾ പാകിസ്ഥാന് അനുവദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ ഏകദേശം 9 ഭീകരവാദ തീവ്രവാദികളുടെ കോട്ടകളാണ് നശിപ്പിച്ചത്, വെണ്ണൂറാക്കിയത്, അത് തരിപ്പണമാക്കിയത്. പക്ഷേ ഈ ഒരു ഫണ്ട് കിട്ടിയതോടുകൂടി ഓരോ തീവ്രവാദികളുടെ, അതായത് ഈ ഓരോ കോട്ടകളും, നിർണായകമായിട്ടുള്ള ഈ 9 കോട്ടകൾ, ഇവന്മാരുടെ ഈ ഒരു കെട്ടിടങ്ങൾ, വീണ്ടും കെട്ടിട സമുച്ചയങ്ങൾ നിർമ്മിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് പാകിസ്ഥാൻ. അത് കൃത്യമായി ഇന്ത്യക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. പാകിസ്ഥാൻ ഉൾപ്പെടെ അത് വാർത്തകളിൽ അവർ തന്നെ അവരുടെ വാർത്താ മാധ്യമങ്ങളിലൂടെ അത് പുറത്തുവിട്ടിരിക്കുകയാണ്. തീവ്രവാദികൾക്ക് ഓരോ കുടുംബത്തിനും 1 കോടി വെച്ച് നൽകുമെന്നുള്ള അവരുടെ വാഗ്ദാനവും ഇപ്പോൾ ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ തീവ്രവാദികളെ പാകിസ്ഥാൻ പരിപോഷിപ്പിക്കുന്നു എന്നുള്ളതിന് ഓരോ ദിവസം കഴിയുന്തോറും നിർണായകമായിട്ടുള്ള തെളിവുകളാണ് ഈ രാജ്യത്തിന്, നമ്മുടെ രാജ്യത്തിന് മാത്രമല്ല എല്ലാ രാജ്യങ്ങൾക്കും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അതിന് പിന്തുണയുമായിട്ടാണ് അമേരിക്ക എത്തുന്നത്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് IMFന്റെ ഫണ്ട് ഇപ്പോൾ പാകിസ്ഥാൻ ഈ ഒരു സാഹചര്യത്തിൽ നൽകി അവരെ പ്രോത്സാഹിപ്പിക്കുന്നത്. തുർക്കി ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇവർക്ക് വേണ്ടുന്ന ആയുധ സന്നാഹങ്ങൾ നൽകിയത്, ചൈന ഉൾപ്പെടെയുള്ളവർ ഇവർക്ക് പിന്താങ്ങുന്നത്, അതായത് തീവ്രവാദികൾക്ക് പൂർണ്ണ പിന്തുണ നൽകുക, ഇന്ത്യയെ ഒതുക്കുക എന്നുള്ള ലക്ഷ്യം മാത്രമാണ് ഈ രാജ്യങ്ങൾക്കെല്ലാം ഉള്ളത്. എന്നാൽ ഒപ്പം ഇന്ത്യയോടൊപ്പം തന്നെ നിൽക്കാൻ നിരവധി രാജ്യങ്ങൾ പിന്നിലുണ്ട്. അമേരിക്കയിലുള്ള ജനങ്ങളുടെ ഇടയിൽ തന്നെ ഈ ഒരു വിഭിന്ന അഭിപ്രായങ്ങളുണ്ട്. ട്രംപിനെ അനുകൂലിക്കുന്നവരല്ല, ട്രംപിനെ പ്രതികൂലിക്കുന്നവരാണ് ഏറെയുമുള്ളത്. കാരണം ഇന്ത്യ എപ്പോഴും സമാധാനം ആഗ്രഹിക്കുന്ന ഒരു രാജ്യം തന്നെയായിരുന്നു. അങ്ങോട്ട് ചെന്ന് ഇന്ത്യ ആരെയും ആക്രമിച്ചിട്ടില്ല, അങ്ങോട്ട് ചെന്ന് ഇന്ത്യ ആരെയും ദ്രോഹിച്ചിട്ടുമില്ല. എപ്പോഴും എല്ലാ രാജ്യങ്ങളുമായിട്ട്, ഈവൻ ഈ പാകിസ്ഥാനുമായി പോലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധികാരമേറ്റതിന് ശേഷം ഒരു സൗഹൃദ രീതിയിൽ തന്നെയാണ് മുൻപോട്ട് പോയിരുന്നത്. കാരണം ഞങ്ങളുടെ ജനങ്ങളാണ് ഞങ്ങൾക്ക് വലുത്, ഞങ്ങളുടെ രാജ്യം, സമ്പദ് വ്യവസ്ഥയിൽ ഉന്നതി, ഞങ്ങൾക്ക് ഇങ്ങനെ യുദ്ധം ചെയ്യാനൊന്നും ഞങ്ങൾക്ക് സമയമില്ല, ഞങ്ങൾക്ക് അതിൻ്റെ ആവശ്യവുമില്ല. അതുകൊണ്ട് തന്നെ എല്ലാ രാജ്യങ്ങളുമായിട്ടും ഉഭയകക്ഷി വാണിജ്യ ഇടപാടുകൾ ഇന്ത്യ നടത്തിയിരുന്നു. സമാധാനപൂർണമായിട്ടുള്ള രീതിയിലാണ് എല്ലാ രാജ്യങ്ങളെയും കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. ഈ സമാധാന അന്തരീക്ഷത്തിലേക്കാണ് പാകിസ്ഥാൻ തീവ്രവാദികൾ നമ്മുടെ സിവിലിയൻസിനെ ആക്രമിച്ചത്. അതായത് യാതൊരു പ്രകോപനവുമില്ലാതെയാണ് ഇപ്പോൾ ഈ ഒരു ആക്രമണം ഉണ്ടായതും അതിന് ഇന്ത്യ നല്ല കണക്കിന് തന്നെ മറുപടി കൊടുക്കുകയും ചെയ്തു. ഇപ്പോൾ അമേരിക്ക ട്രംപ് പറയുന്നത് ഞങ്ങൾ സമാധാനം പാലിക്കണം എന്ന് പറഞ്ഞതോ ഞങ്ങൾ മീഡിയേഷനിൽ നിന്നതോ ഒരിക്കലുമല്ല. നമ്മളുടെ ഇന്ത്യ പ്രതിരോധ മന്ത്രി ഉൾപ്പെടെ പറഞ്ഞു, ഒരു രാജ്യവും മീഡിയേഷനിൽ വന്ന് മൂന്നാമതൊരു രാജ്യം ഇതിനകത്ത് ഇടപെട്ടില്ല. ഇന്ത്യക്ക് നിർത്തണമെന്ന് തോന്നി ഇന്ത്യ നിർത്തി. ഇനി ഇന്ത്യക്ക് അത് മുന്നോട്ട് പോകണമെന്ന് തോന്നിയേ പോവുക തന്നെ ചെയ്യും. ഓപ്പറേഷൻ സിന്ദൂർ അവസാനിപ്പിച്ചിട്ടില്ല. അതിൻ്റെ തുടരെയുള്ള കാര്യങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളായിട്ടുള്ള 5 ഭീകരരെ വധിച്ചത്. ഇനിയും അത് തുടരുക തന്നെ. ആരൊക്കെയാണോ ഇതിൻ്റെ പിന്നിലുള്ള തീവ്രവാദികൾ, അവരുടെ പാളയത്തിൽ തന്നെ ഇറങ്ങി ഇന്ത്യ തവിട് പൊടിയാക്കുമെന്നുള്ള, എത്ര ബിൽഡിങ്ങുകൾ കെട്ടിയാലും വീണ്ടും ഇന്ത്യ അത് ആക്രമിച്ച് അത് തരിപ്പണമാക്കും എന്നുള്ളത് കൃത്യമായി ഇപ്പോൾ നമ്മുടെ പ്രതിരോധ മന്ത്രി പറഞ്ഞിട്ടുണ്ട്. പാകിസ്ഥാന് ലഭിക്കുന്ന പണം മുഴുവനും ഭീകരപ്രവർത്തനങ്ങളുടെ പ്രോത്സാഹനത്തിനായി വിനിയോഗിക്കുമെന്നതിനാൽ പാകിസ്ഥാന് അനുവദിച്ച ധനസഹായം കൈമാറുന്ന കാര്യം പുനഃപരിശോധിക്കണമെന്ന് അന്താരാഷ്ട്ര നാണയനിധിയോട് നമ്മുടെ പ്രതിരോധ മന്ത്രി ആവശ്യപ്പെട്ടിരുന്നു. ഇന്ത്യ ഇതിൽ നിന്നും വിട്ടുനിന്നിരുന്നു ആ വോട്ടിങ്ങിൽ. പക്ഷേ അത് ഒരു IMF അത് കാര്യമായിട്ട് ഗൗനിച്ചില്ല എന്നുള്ളതല്ല, അവർ കൃത്യമായിട്ട്
പാകിസ്ഥാനെ സഹായിക്കുകയാണോ ചെയ്തത്? ഏതായാലും മുരിദ്കയിലും ഭവൽപൂരിലെയും ലഷ്കർ തൊയ്ബയുടെയും ജെയ്ഷെ മുഹമ്മദിന്റെ താവളങ്ങൾ പുനർനിർമ്മിക്കാനുള്ള ധനസഹായം പാക് സർക്കാർ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ള വാർത്തകളിലാണ് തീവ്രവാദികളെ എത്രമാത്രം പാകിസ്ഥാൻ പ്രോത്സാഹിപ്പിക്കുന്നു, എത്രമാത്രം അവരെ സംരക്ഷിക്കുന്നു. അവിടുത്തെ ജനങ്ങളെക്കാളും അവരുടെ തീവ്രവാദികൾക്കാണ് പാകിസ്ഥാൻ വില കൽപ്പിക്കുന്നു എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവുകളാണ് ഇപ്പോൾ വരുന്നത്. അവരുടെ കെട്ടിടങ്ങളുടെ നശിച്ചുപോയ കെട്ടിടങ്ങൾ വീണ്ടും പുനർനിർമ്മിക്കുന്നു എന്നുള്ള കാര്യങ്ങൾ. ഇപ്പോൾ ഇന്ത്യ പറയുന്ന പാകിസ്ഥാൻ ഇപ്പോൾ വെറും പ്രൊബേഷൻ പീരീഡ് മാത്രമാണ്. നല്ല നടപ്പിലേക്ക് നീങ്ങുകയാണെങ്കിൽ പാകിസ്ഥാന് തന്നെയാണ് നല്ലതെന്നും, അല്ലാത്ത പക്ഷം ഇന്ത്യയുടെ ഭാഗത്തു നിന്നുള്ള കടുത്ത ശിക്ഷാ നടപടി നേരിടേണ്ടി വരുമെന്നുമാണ് രാജ്നാഥ് സിംഗ് ഇപ്പോൾ പറയുന്നത്. കാരണം ഇപ്പോൾ ഒരു പ്രൊബേഷൻ പീരീഡ് മാത്രമാണ്. പക്ഷേ എന്തെങ്കിലും ഒരു ചലനം അവിടെ നിന്ന് ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ ഇന്ത്യ മുന്നും പിന്നും തിരിഞ്ഞു നോക്കില്ല. ഒരു സമാധാനവും കൈക്കൊള്ള ഒരു രാജ്യത്തെയും ഇന്ത്യക്ക് അംഗീകരിക്കേണ്ടതായിട്ടുള്ളതോ അല്ലെങ്കിൽ അനുസരിക്കേണ്ടതായിട്ടുള്ളതോ കാര്യമെല്ലാം തിരിച്ചടിക്കുക തന്നെ ചെയ്യും. അത് തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. 9 താവളങ്ങളാണ് അവിടുത്തെ സിവിലിയൻസിന് യാതൊരു കേടുമുണ്ടാകാതെ 9 അവരുടെ താവളങ്ങളാണ് അകത്ത് കയറി ഇന്ത്യ തരിപ്പണമാക്കിയത്. ഇനി എത്ര കെട്ടിടങ്ങൾ എവിടെയൊക്കെ പണിഞ്ഞാലും ഇന്ത്യ അത് നടപ്പിലാക്കും. നമുക്കറിയാം, കിരാന കുന്നുകൾ, പാകിസ്ഥാന്റെ ആണവ ശേഖരമുള്ള കുന്നുകൾ അവിടെയാണ് എന്നുള്ള രീതിയിൽ ഇന്ത്യ പ്രയോഗിച്ച ബ്രഹ്മാസ്ത്രം തന്നെ പതിക്കുകയും അവിടെ ചില സംഗതികൾ ഉണ്ടാവുകയും ചെയ്തു എന്നൊക്കെ വാർത്താ മാധ്യമങ്ങൾ നിറയുന്നുണ്ട്. അപ്പോൾ ഇന്ത്യ അതിന് തന്നെ കൊടുത്ത മറുപടി, ഇന്ത്യക്കെതിരെ ആണവ ആയുധങ്ങൾ പ്രയോഗിക്കുമെന്ന് പാകിസ്ഥാൻ പറഞ്ഞപ്പോൾ നിങ്ങളുടെയൊക്കെ ആണവ ശേഖരത്തിൽ വന്ന് ഇങ്ങോട്ട് അത് എടുക്കുന്നതിന് മുമ്പ്, ഇത് സാധനം എടുക്കുന്നതിന് മുമ്പ് ഈ എടുത്തവന്റെ കൈ ഉൾപ്പെടെ വെട്ടത്തക്ക രീതി, തരിപ്പണമാകത്തക്ക രീതി ഞങ്ങൾ അവിടെ മിസൈലുകൾ ഇടും എന്നുള്ളതിന്റെ ഒരു സൂചന കൂടിയാണ് അത് നൽകിയിരിക്കുന്നത്. ഏതായാലും ഇനിയിപ്പം പാകിസ്ഥാന് ഒരു നിവൃത്തിയുമില്ലാത്ത അവസ്ഥയാണ്. കാരണം അവർക്ക് വെള്ളം വേണമെങ്കിലും, അവർക്ക് വാണിജ്യ മര്യാദയ്ക്ക് നടക്കണമെങ്കിലും, അവർക്ക് മറ്റുള്ള പദ്ധതികൾക്ക് വേണ്ടിയെങ്കിലും അയൽ രാജ്യമായ ഇന്ത്യയെ ആശ്രയിച്ചെങ്കിൽ മാത്രമേ പറ്റൂ. ഈ വെള്ളം ബാരൽ കണക്കിനോ കിൻഡ കണക്കിനോ ഒന്നും അമേരിക്കയോ ചൈനയോ കൊണ്ടുവന്ന് കൊടുക്കാനില്ല. അതിൽ ഇന്ത്യ തന്നെ വെള്ളമില്ലാതെ ആവുമ്പോൾ ഉണ്ടാവുന്ന പാകിസ്ഥാന്റെ അവസ്ഥ പൂർണ്ണമായും ദുരന്തത്തിലേക്കാണ്. ഇനി എത്ര അമേരിക്ക സഹായിച്ചെന്ന് പറഞ്ഞാലും വെള്ളമുണ്ടെങ്കിലേ മനുഷ്യന് ജീവിക്കാൻ പറ്റൂ. അത് പാകിസ്ഥാന് നന്നായിട്ട് അറിയാം. ഇപ്പോൾ വെള്ളം ചോദിച്ചുകൊണ്ട് ഇപ്പോൾ പാകിസ്ഥാൻ പുറകെ നടക്കുകയാണ്, നമുക്ക് ആ ചർച്ചയൊക്കെ ഒന്ന് ചെയ്യാം എന്നുള്ള തരത്തിൽ. പക്ഷെ ഇന്ത്യ ഗൗനിക്കുന്നില്ല. അതിനു പകരം ഇന്ത്യ ഇപ്പോൾ സിന്ധു നദീജല കരാർ പുനഃസ്ഥാപിക്കണമെന്ന പാകിസ്ഥാന്റെ ഈ ഒരു അഭ്യർത്ഥന തന്നെ അതിനെ നിരാകരിച്ചുകൊണ്ട് ഇത് വൈദ്യുത പദ്ധതികൾ ആരംഭിക്കാനാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ നടപടി തുടങ്ങിക്കഴിഞ്ഞു. അതിന്റെ കാര്യങ്ങൾ സിന്ധു, ഝലം, ചെനാബ് നദികളിൽ 3 പദ്ധതികളാണ് ആലോചിക്കുന്നത്. നിർമ്മാണം പുരോഗമിക്കുന്ന 2 പദ്ധതികൾ വേഗത്തിലാക്കാനും നിലവിലുള്ള അണക്കെട്ടുകളുടെ സംഭരണ ശേഷി വർദ്ധിപ്പിക്കാനും ഇതിന്റെ ഈ പണികളൊക്കെ വർദ്ധിപ്പിക്കാനും ഒക്കെ ഉള്ള പദ്ധതികളുമായിട്ട് ഇന്ത്യ മുമ്പോട്ട് പോവുകയാണ്. അല്ല, 2 എണ്ണം അതിവേഗം തന്നെ ഇന്ത്യ നിർമ്മിക്കും. അങ്ങനെയെങ്കിൽ കുടിവെള്ളം മുട്ടി ദാരിദ്ര്യത്തിലേക്ക് പോകുന്ന പാകിസ്ഥാന്റെ അവസ്ഥ, അല്ലെങ്കിൽ പാകിസ്ഥാനെ രക്ഷിക്കാൻ ഈ പറഞ്ഞ ചൈനയോ തുർക്കിയോ അല്ലെങ്കിൽ അമേരിക്കയോ വരില്ല എന്നുള്ളത് തന്നെയാണ്. ഒരുപക്ഷെ ആയുധം കൊടുക്കുമായിരിക്കും. പക്ഷെ ആയുധം കൊണ്ട് അവിടുത്തെ ജനങ്ങളെ അവർക്ക് ആഹാരത്തിന്, അവരുടെ മറ്റുള്ള ആവശ്യങ്ങൾക്ക് ഇതുകൊണ്ടാവില്ലല്ലോ. ആയുധം എടുത്തു കഴിഞ്ഞാൽ തീവ്രവാദികൾ ഒരുപക്ഷെ രക്ഷപ്പെടും. പല രാജ്യങ്ങൾ അവർ പോയി കുടിയേറി പാർക്കുമായിരിക്കും. പക്ഷേ ജനങ്ങൾ അവിടെ കഷ്ടസ്ഥിതിയിലാവുകയും പട്ടിണി മരണങ്ങൾ ഉണ്ടാവുകയും അതുപോലെ ദാരിദ്ര്യത്തിലേക്ക് കടക്കുകയും ചെയ്യും എന്നുള്ളതാണ് ഏറ്റവും ഇതിൽ നിന്ന് വരുന്ന വലിയൊരു കാര്യം. മാത്രമല്ല, ഇപ്പോൾ അഫ്ഗാനിസ്ഥാൻ പോലും ഇന്ത്യയെ പിന്തുണച്ചുകൊണ്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ അപൂർവം ചില രാജ്യങ്ങൾ, പ്രധാനമായിട്ടും ഈ പറഞ്ഞുള്ള അമേരിക്കയും ചൈനയും തുർക്കിയും, ഇവരുടെയൊക്കെ ലക്ഷ്യം ഇന്ത്യയായിരുന്നു. ഒരുപക്ഷെ അത് പാകിസ്ഥാനെ വെച്ച് കളിച്ചു എന്നുള്ളത് മാത്രമാണ് ഇന്ത്യയോട് നേരിട്ട് മത്സരിക്കാൻ പറ്റാത്തത്. കാരണം എന്താ പറയുന്ന, പണ്ടില്ല മഹാഭാരതത്തില് ആരെയൊക്കെ നിർത്തി കളിക്കുന്ന ഒരു യുദ്ധത്തിന്റെ കഥ പറയുന്നത് പോലെ ഒന്ന് നിർത്തി കളിച്ചു നോക്കിയതാണ്. പക്ഷെ അത് അപ്പാടെ പരാജയപ്പെടുകയാണ് ചെയ്തത്. കാരണം നമ്മുടെ പ്രധാനമന്ത്രിക്ക് ട്രംപിന്റെ മനസ്സും അറിയാം, ചൈന എന്താണെന്നും അറിയാം, തുർക്കി എന്താണെന്നും അറിയാം, ഇവരെയൊക്കെ എങ്ങനെ നിർത്തണമെന്നും അറിയാം. അത് ഒരുപക്ഷെ മറ്റേതെങ്കിലും രാജ്യങ്ങളായിരുന്നു ഇതിപ്പോൾ ഒരു യുദ്ധത്തിലേക്ക് അവസാനിച്ചേനെ. പക്ഷേ
നമ്മൾ എന്നാൽ കൊടുക്കേണ്ടുന്ന തിരിച്ചടികൾ കൊടുക്കുകയും ചെയ്തു. എന്നാൽ ഇവരെ ഒന്നും വക വെച്ചതുമില്ല എന്നുള്ളതാണ്. ഇതിലേറ്റവും പെട്ടുപോയത് ചൈനയാണ്. ചൈനയുടെ പൊട്ടാത്ത മിസൈലുകൾ ഇപ്പോൾ ലോകരാജ്യങ്ങൾ മൊത്തം ചർച്ചാ വിഷയമായിരിക്കുകയാണ്. അവരുടെ ആയുധ വ്യാപാരം തന്നെ കുറഞ്ഞ് വിപണി വൻ തകർച്ചയിലേക്കാണ് പോകുന്നത്. കാരണം ചൈന എന്ന് കേൾക്കുമ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് എന്നുള്ള രീതിയാണ് എല്ലാ രാജ്യങ്ങൾക്കും അറിയാവുന്നത്. ആ ഡ്യൂപ്ലിക്കേറ്റ് എന്താണെന്നുള്ളത് ഒന്നുകൂടി അവർ ആയുധത്തിൽ കാണിച്ചു കൊടുത്തിരിക്കുകയാണ്. മാത്രമല്ല നമ്മുടെ രാജ്യത്തിൻ്റെ ബ്രഹ്മോസിന് പോലും ഇപ്പോൾ വൻ വിപണിയാണ്. പല രാജ്യങ്ങളിൽ നിന്ന് ഇങ്ങോട്ട് അന്വേഷിച്ചുകൊണ്ട് വരികയാണ്, ഇന്ന് ഞങ്ങൾക്ക് തരുമോ, എത്ര വേണമെങ്കിലും തരാൻ തയ്യാറാണ്. ആ ഒരു ബ്രഹ്മോസിൻ്റെ പവർ തന്നെ മറ്റുള്ള ലോകരാജ്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്തു. നമ്മുടെ വിപണി കുത്തനെ ഉയരും, സാമ്പത്തിക നേട്ടം നമ്മൾ എന്താണ് എന്നുള്ളത് നമ്മളൊന്നും ആയുധങ്ങളൊന്നും പുറത്തധികം എടുത്തിട്ടില്ല. പക്ഷേ ഇന്ത്യ എന്താണെന്നുള്ളത് ഇപ്പോൾ ലോകരാജ്യങ്ങൾക്ക്, അമേരിക്ക ഉൾപ്പെടെയുള്ളവർക്ക് മനസ്സിലായിരിക്കുകയാണ്. എന്ത് തന്നെയായാലും ഇപ്പോൾ വെള്ളം ചോദിച്ച് പാകിസ്ഥാനും പുറകെ വരുന്നുണ്ട്. ഈ പറഞ്ഞതുപോലെ നല്ല നടപ്പാണെങ്കിൽ ഇന്ത്യ ക്ഷമിക്കും, നല്ല നടപ്പല്ല എന്നുണ്ടെങ്കിൽ ഇതൊരു പ്രൊബേഷൻ പീരീഡ് മാത്രമാണ്, തിരിച്ചടിക്കുക തന്നെ ചെയ്യും. ഓപ്പറേഷൻ സിന്ദൂർ ഇവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല.